മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നിയൊരു വീഡിയോ. ഇത് എപ്പോഴുള്ള വീഡിയോ ആണ് എന്നെനിക്കറിയില്ല. ഞാനിപ്പോഴാണ് കാണാനിടയായത്. കണ്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. അതുകൊണ്ട് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. കുടുംബത്തിനു വേണ്ടി മണലാരണ്യങ്ങളിൽ പൊരിവെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോഴും ആ കഷ്ടതകൾക്കിടയിലെ ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഓരോ പ്രവാസികളുടെയും ആശ്വാസം. അല്പം കണ്ണുനീര് പൊഴിക്കാതെ നമുക്ക് ഈ വീഡിയോ കണ്ടു തീർക്കാൻ കഴിയില്ല. ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. രാവിലെ എനിക്കൊരു മെസ്സേജ് കിട്ടുന്നു, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ അറിഞ്ഞിട്ടില്ല. ഇതിപ്പോ എന്തെങ്കിലും ഗസ് ഉണ്ടോ ആരായിരിക്കും എന്താണെന്ന്? അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും ആയിരിക്കും. സർപ്രൈസ് ആയോ? സർപ്രൈസ് ആണ്. മോളാ പ്രതീക്ഷിച്ചില്ല മോളിങ്ങനെ അവള് കുഞ്ഞല്ലേ, വൈഫും മോളും കൂടിയിട്ടാ മോശമായി. ആദ്യമായിട്ടോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിന്റെ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ഇരുന്നൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. എന്ത് പറയാനുള്ള അവരോട് ഈ ഒരു സന്ദർഭത്തിൽ വളരെ സന്തോഷം. രാവിലെ എനിക്ക് മെസ്സേജ് കിട്ടുന്നു, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഒറ്റപ്പെട്ട പ്രവാസ ജീവിതത്തിൽ ദിവസങ്ങളും തീയതികളും ഒരേപോലെ കടന്നുപോകും. ചിലപ്പോൾ സ്വന്തം ജന്മദിനം പോലും ഓർമ്മയിലുണ്ടാവില്ല. കാരണം കുടുംബത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിൽ സ്വന്തം സന്തോഷങ്ങളും ആഗ്രഹങ്ങളും മറന്നുപോകുന്നവരാണ് ഓരോ പ്രവാസികളും. പക്ഷേ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്നിട്ടും ആ ഉപ്പയുടെ ഓരോ ചെറിയ സന്തോഷവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, അവന്റെ പ്രിയപ്പെട്ട മകൾ. അപ്രതീക്ഷിതമായി തന്റെ മുന്നിലെത്തിയ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് അത് വെറുമൊരു സമ്മാനമായിരുന്നില്ല. അതിൽ നിറഞ്ഞിരുന്നത് ആ കുഞ്ഞുമകളുടെ സ്നേഹവും കരുതലും, ഉപ്പ ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ള നിശബ്ദ സന്ദേശവുമായിരുന്നു. ആ നിമിഷം വരെ സന്തോഷം കൊണ്ട് ചിരിച്ചിരുന്ന ആ മനുഷ്യന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അറിയാതെ നിറഞ്ഞു. വാക്കുകൾ ഇടറി. കാരണം ദൂരം ശരീരങ്ങളെ മാത്രമേ അകറ്റൂ, ഉപ്പയുടെയും മകളുടെയും സ്നേഹബന്ധത്തെ ഒരിക്കലും അകറ്റില്ല. ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ലടോ, അവനെ ഓർത്തിരിക്കുന്ന ഒരു കുടുംബമാണ്. എന്റെ ഉപ്പ എന്ന് അഭിമാനത്തോടെ പറയുന്ന മക്കളാണ്. അവനെയും അവന്റെ സ്പർശനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന വീടാണ്. ഈ ജന്മദിനത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചത് വലിയ ആഘോഷമൊന്നുമല്ല, മകളുടെ സ്നേഹം നിറഞ്ഞ ഓർമ്മ മാത്രം. ആ ചെറിയൊരു സമ്മാനം അവന്റെ ജീവിതത്തിലെ തന്നെ വിലമതിക്കാനാവാത്ത വലിയൊരു സമ്മാനമായി മാറി. നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട യാഥാർത്ഥ്യ സത്യമാണ് പ്രവാസമെന്ന പ്രതിഭാസം. സ്വന്തം കുടുംബവും നാടും വീടും മക്കളെയും വിട്ട് പ്രവാസ ലോകത്തേക്ക് പറന്നകലുന്ന ഓരോ മനുഷ്യനുമുണ്ടോ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. എന്നാൽ ആ ആഗ്രഹങ്ങളെല്ലാം ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ആരോടും ഒന്നും പറയാതെ കൊണ്ടു നടക്കുന്നത് കുടുംബത്തിനു വേണ്ടിയാണ്. അവർ നന്നായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എല്ലാ പ്രവാസികളുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് തന്നെ നിറവേറ്റി നാട്ടിൽ പോയി കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ. പ്രവാസ ലോകത്തിന്റെ എല്ലാ വേദനകളും ഒരു നിമിഷത്തേക്ക് മറക്കാൻ ഹാപ്പി ബർത്ത്ഡേ ഉപ്പ എന്നുള്ള ആ കുഞ്ഞുമോളുടെ ആ ശബ്ദം മാത്രം മതിയടോ.